നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 വീഡിയോകൾ നമ്മൾ സ്കോളർഷിപ്പിനെ കുറിച്ച് ചെയ്തിരുന്നല്ലോ. അതായത് SBIയുടെ ആശാ സ്കോളർഷിപ്പ്, റിലയൻസ് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് എന്നിങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് ഫെഡറൽ ബാങ്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. മറ്റ് 2 സ്കോളർഷിപ്പിനെ അപേക്ഷിച്ച് ഈ സ്കോളർഷിപ്പിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇത് അപേക്ഷിക്കുന്ന കുട്ടികളുടെ യോഗ്യത കുറച്ച് വേറെയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നെല്ലാം നോക്കാം. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഞാൻ തന്നെ ഫെഡറൽ ബാങ്കിന്റെ സൈറ്റിൽ കയറിയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ട് എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന്റെ വീഡിയോ എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കൂടുതൽ എളുപ്പമാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഫെഡറൽ ബാങ്ക് തരുന്ന ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ സ്കോളർഷിപ്പിന്റെ പേര് തന്നെ ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫെഡറൽ ബാങ്ക് നമ്മുടെ കേരളത്തിൽ ഹെഡ് ഓഫീസ് ഉള്ള, അതായത് ആലുവയിൽ ഹെഡ് ഓഫീസ് ഉള്ള ഒരു ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. ഇതിന്റെ ഫൗണ്ടറാണ് ലേറ്റ് ശ്രീ ഹോർമിസ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഫെഡറൽ ബാങ്കിന്റെ CSR ഇനീഷ്യേറ്റീവിൽ നിന്ന് തരുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ ഫെഡറൽ ബാങ്ക് ഹോർമിസ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റിയതെന്ന് നോക്കാം. ഈ സ്കോളർഷിപ്പ് 2024-25 അധ്യയന വർഷത്തിൽ ഡിഗ്രി ലെവൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. അതായത് വേറെ യാതൊരു വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ഏതൊക്കെ കോഴ്സിന് പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. മെഡിസിന് പഠിക്കുന്നവർക്ക്, അതായത് MBBS, BE ഓർ BTech എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർക്ക്, അതുപോലെ തന്നെ BSc അഗ്രികൾച്ചറും അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഇതാണ് ഡിഗ്രി ലെവലിൽ. അതുകൂടാതെ MBAക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ MBA പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. MBA ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഫുൾ ടൈം MBA കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പൊ ബാക്കി എല്ലാ ഡിഗ്രി ലെവൽസും ഈ MBA മാത്രം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സായിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അധ്യയന വർഷത്തിൽ നിങ്ങൾ 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അതുകൂടാതെ തന്നെ BSc നഴ്സിംഗ് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഞാൻ ആദ്യം ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ BSc നഴ്സിംഗ് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ BSc നഴ്സിംഗ് പഠിക്കുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഓൾ ഇന്ത്യ ബേസിസിലല്ല ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. ഇത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ മൊത്തത്തിൽ 6 സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കേരള, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് പഞ്ചാബ് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഈ സ്കോളർഷിപ്പിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഫസ്റ്റ് ഇയർ നിങ്ങൾ എത്ര ഫീസാണ് അടച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് 100% നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത് മാക്സിമം അപ് ടു 1 lakh വരെ റീഇംബേഴ്സ്മെന്റ് കിട്ടും. ത്രൂ ഔട്ട് ദ കോഴ്സ് പീരീഡ് മാക്സിമം നിങ്ങൾക്ക് 1 lakh rupees വരെ ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് വാങ്ങാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അവർ തരുന്നതാണ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനും അതുപോലെ ലാപ്ടോപ്പും വാങ്ങാനായിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 40,000 rupees വരെ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ടാബ്ലറ്റ് ആണ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ 30,000 rupees വരെ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. അതായത് മാക്സിമം 1 lakh rupees വരെ കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നു. അതുകൂടാതെ വേറെ കുറച്ച് ക്രൈറ്റീരിയാസും കൂടി ഉണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നുള്ളത്. അതായത് നിങ്ങളൊരു ഗവൺമെന്റ് കോളേജിലോ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലോ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് കോളേജിലോ ഈ അധ്യയന വർഷം, അതായത് 2024-25 അക്കാഡമിക് ഇയറിൽ ഫസ്റ്റ് ഇയർ എൻറോൾ ചെയ്ത ഒരു കുട്ടിയായിരിക്കണം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ മക്കൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ഉണ്ട്. ഫാമിലിയുടെ ആനുവൽ ഇൻകം 3 lakh rupeesൽ കൂടാൻ പാടില്ല. ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികൾക്ക് ഇവിടെ കുറച്ച് റിസർവേഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ സ്പീച്ച്, വിഷൻ, ഹിയറിംഗ്, ഇതിൽ ഏതെങ്കിലും ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. അവര് നോർമൽ ഡിഗ്രി കോഴ്സിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിനും ഇതിൽ ഏതിന് ആണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അർഹരാണ്. പിന്നെ അങ്ങനത്തെ ഒരു ആപ്ലിക്കന്റ് ഇല്ല എങ്കിൽ അടുത്ത ജനറൽ മെറിറ്റിലുള്ള ഒരു കാൻഡിഡേറ്റിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓരോ
ഡിസിപ്ലിനിലെ സീറ്റ്സും, അതായത് MBBSന്, അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും, BSc അഗ്രികൾച്ചറിനും, BSc നഴ്സിങ്ങിനും എല്ലാ ബ്രാഞ്ചിന്റെയും ഓരോ സീറ്റ് വീതം ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. ആ ഫോട്ടോഗ്രാഫ് JPEG ഫോർമാറ്റിലായിരിക്കണം. <500 KB ആയിരിക്കണം അതിന്റെ സൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡോക്യുമെന്റ് പറയുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ആണ്. അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ്. അതായത് ഇപ്പൊ ഡിഗ്രിക്ക് ചേർന്ന കുട്ടികൾ, അതായത് MBBSനോ എഞ്ചിനീയറിംഗ് അങ്ങനെ ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 12th മാർക്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി MBA പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ ഡിഗ്രിയിലെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് അഡ്മിഷൻ മെമ്മോ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ കോളേജിൽ നിന്ന് കിട്ടിയ ആ ലെറ്റർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ കോഴ്സിന്റെ ഫീ കാണിക്കുന്ന കോഴ്സ് ഫീ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അത് അപ്ലോഡ് ചെയ്യണം. CGPAയിലാണ് നിങ്ങളുടെ മാർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ, അതായത് 12th വരെ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ MBAക്കാർക്കെല്ലാം CGPAയിലായിരിക്കും ചിലപ്പോൾ മാർക്ക് അവോർഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ CGPA എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷനും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ കുട്ടിയുടെയും അതുപോലെ തന്നെ പാരൻസിന്റെയും ID പ്രൂഫും അപ്ലോഡ് ചെയ്യണം. ഫിസിക്കലി ചാലഞ്ച്ഡ് കുട്ടികളാണെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജവാന്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 10 ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ കരുതേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആപ്ലിക്കൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് അവർക്ക് കിട്ടിയ ക്വാളിഫയിങ് മാർക്കിന്റെ ബേസിസിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഈ മാർക്കും അതുകൂടാതെ നിങ്ങളുടെ ഇൻകം ക്രൈറ്റീരിയയും കൂടി നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികളെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സോണൽ ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെഡറൽ ബാങ്ക് നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ട് പോയിട്ട് അവിടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ഇനി ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ബാങ്കിന്റെ CSR ഡിപ്പാർട്ട്മെന്റ്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേര് ഇടുന്നതായിരിക്കും. നിങ്ങളിത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത്രയൊക്കെയാണ് ഈ ഫെഡറൽ ബാങ്കിന്റെ ഹോർമിസ് ഫൗണ്ടേഷൻ മെമ്മോറിയൽ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 18th ആണ്, അതായത് 18/12/2024 ആണ്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സൈറ്റിൽ കാണുന്നേ ഉണ്ടായിരുന്നില്ല ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യാന്ന്. അപ്പൊ ഞാനിനി നിങ്ങൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ federalbank.co.in പോവുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. ഈ സ്ക്രീനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേക്കും ഏറ്റവും താഴത്തായിട്ട് ഹൂ വി ആർ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു 5ാമതായിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങളെല്ലാവരും സമയങ്ങളെ അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് സ്കോളർഷിപ്പ് ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ദയവായി നിങ്ങൾ ഇത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സ്കോളർഷിപ്പായിട്ടോ അതല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.